മീഡിയ വിഷനിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലെ മനോഹരമായ ഒരു പൂന്തോട്ടത്തിൽ നിന്നാണ്. ഇത് ഞങ്ങളുടെ പരിസ്ഥിതി സംരക്ഷണ പരമ്പരയുടെ ഭാഗമാണ്. ബാല്യകാല ഓർമ്മകളിലെ മാന്ത്രിക വെളിച്ചം, മിന്നാമിന്നികൾ മാഞ്ഞു പോകുമ്പോൾ. നമ്മുടെ ബാല്യകാല ഓർമ്മകളിൽ മനോഹരമായി തിളങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. സന്ധ്യ മയങ്ങുമ്പോൾ പാടവരമ്പുകളിലും കാവുകളിലും ചിമ്മിത്തെളിയുന്ന മിന്നാമിന്നിക്കൂട്ടങ്ങൾ. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആ മാന്ത്രിക വെളിച്ചം പതിയെ മാഞ്ഞു പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മിന്നാമിന്നികൾ ഇന്നൊരു അപൂർവ കാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന സത്യം നമ്മെ സങ്കടപ്പെടുത്തുന്ന ഒന്നാണ്. വേനൽക്കാല സായാഹ്നങ്ങളിൽ മിന്നാമിന്നികളുടെ മാന്ത്രിക ദൃശ്യം ആസ്വദിക്കുന്ന അവസാന തലമുറ ഒരുപക്ഷെ നമ്മളായിരിക്കാം. ഇന്ന് അവയുടെ എണ്ണം അതിവേഗം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ, പ്രകൃതിദത്തമായ ആവാസവ്യവസ്ഥയുടെ നഷ്ടം, കൃഷിയിലെ രാസവസ്തുക്കളുടെ ഉപയോഗം എന്നിവയൊക്കെയാണ് ഈ കുറവിന് കാരണം. പ്രകൃതിയിൽ മിന്നാമിന്നികൾക്ക് സുപ്രധാനമായ പങ്കുണ്ട്. മിന്നാമിന്നികളുടെ ലാർവകൾ മണ്ണിലാണ് ജീവിക്കുന്നത്. ഇവ ചെറുകീടങ്ങളെയും മറ്റ് അന്യജീവികളെയും ഭക്ഷിച്ച് കീടനിയന്ത്രണത്തിന് സഹായിക്കുന്നു. ആരോഗ്യമുള്ള പരിസ്ഥിതിയുടെ സുപ്രധാനമായ ഒരു സൂചകമായി ഇവ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ അവയുടെ ആവാസവ്യവസ്ഥ നശിപ്പിക്കപ്പെടുമ്പോൾ അവയ്ക്ക് അതിജീവിക്കാൻ ബുദ്ധിമുട്ടാകുന്നു. മിന്നാമിന്നികൾ തങ്ങളുടെ ശരീരത്തിൽ നടക്കുന്ന ബയോലുമിനസെൻസ് എന്ന രാസപ്രക്രിയയിലൂടെയാണ് പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പ്രകാശം അവയ്ക്ക് വെറും അലങ്കാരമല്ല, കൂട്ടുകെട്ടിനായി ആശയവിനിമയം നടത്താനുള്ള പ്രധാന മാർഗമാണ്. എന്നാൽ ഇന്നത്തെ ലോകത്ത് നമുക്ക് പരിചിതമായ അനാവശ്യമായ വൈദ്യുത പ്രകാശം, അതായത് ലൈറ്റ് പൊല്യൂഷൻ, ഇവയുടെ പ്രകാശ സന്ദേശങ്ങളെ മങ്ങിയതാക്കുന്നു. അതുവഴി അവയുടെ പ്രജനനക്രമം തകരാറിലാകുന്നു. ഇത് ഇവയുടെ എണ്ണം കുറയുവാനുള്ള ഒരു പ്രധാന കാര്യമാണ്. കൂടാതെ കാടുകളുടെ നാശം, കൃഷിയിലുള്ള രാസവസ്തുക്കളുടെ ഉപയോഗം, മലിനീകരണം എന്നിവ ഇവയുടെ ആവാസവ്യവസ്ഥയെ നശിപ്പിക്കുന്ന മറ്റു കാരണങ്ങളാണ്. എന്തായാലും ഇവയുടെ കുറവ് പ്രകൃതിയുടെ ആരോഗ്യം ക്ഷയിച്ചുവരുന്നതിന്റെ സൂചനയാണ്. ഈ മനോഹരമായ ജീവികളെ സംരക്ഷിക്കാൻ നമുക്ക് എങ്ങനെയെല്ലാം ശ്രമിക്കാം? മിന്നാമിന്നികൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ ആവാസവ്യവസ്ഥയുടെ നാശവും പ്രകാശ മലിനീകരണവുമാണ്. ഇവയെ മറികടക്കാൻ വ്യക്തിഗത തലത്തിലും സമൂഹത്തിലും നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങൾ ഇവയാണ്. 1. പ്രകൃതിദത്തമായ ആവാസവ്യവസ്ഥ സംരക്ഷിക്കുക. മിന്നാമിന്നികൾക്കാവശ്യമായ തണ്ണീർത്തടങ്ങൾ, പുൽമേടുകൾ, ജൈവവസ്തുക്കളാൽ സമ്പന്നമായ മണ്ണ് എന്നിവ നിലനിർത്താൻ സഹായിക്കുക. ചെറിയ പുൽത്തകിടികൾ ഉണ്ടാക്കുക. നിങ്ങളുടെ പറമ്പുകളിലോ പൂന്തോട്ടത്തിലോ പുല്ല് അധികം വെട്ടിമാറ്റാതെ പ്രകൃതിദത്തമായ ഒരു ഇടം, വൈൽഡ് പാച്ച് ഉണ്ടാക്കുക. മിന്നാമിന്നികളുടെ ലാർവകൾ ഇത്തരം സ്ഥലങ്ങളിലാണ് വളരുന്നത്. തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക. ഇവയുടെ പ്രജനനത്തിന് ഈർപ്പമുള്ള അന്തരീക്ഷം അത്യാവശ്യമാണ്. കുളങ്ങളോ ചെറിയ ജലസ്രോതസ്സുകളോ വൃത്തിയായി നിലനിർത്തുക. ചെറിയ ഇലക്കൂട്ടങ്ങൾ നിലനിർത്തുക. കൊഴിഞ്ഞ ഇലകളും ചില്ലകളും മണ്ണിൽ അഴുകിക്കിടക്കുന്നത് ലാർവകൾക്ക് ഭക്ഷണവും സംരക്ഷണവും നൽകുന്നു. പ്രകാശ മലിനീകരണം കുറയ്ക്കുക. പ്രകാശ മലിനീകരണം ഇവയുടെ ഇണചേരലിനുള്ള ആശയവിനിമയത്തെ നശിപ്പിക്കുന്നു. അനാവശ്യ ലൈറ്റുകൾ അണയ്ക്കുക. രാത്രിയിൽ ആവശ്യമില്ലാത്ത സമയങ്ങളിൽ വീടിന് പുറത്തെ ലൈറ്റുകൾ ഓഫ് ചെയ്യുക. പ്രത്യേകിച്ച് വേനൽക്കാല സായാഹ്നങ്ങളിൽ താഴ്ന്ന തീവ്രതയിലുള്ള ലൈറ്റുകൾ ഉപയോഗിക്കുക. കഴിയുമെങ്കിൽ മഞ്ഞയോ ചുവപ്പോ നിറമുള്ള തീവ്രത കുറഞ്ഞ ലൈറ്റുകൾ ഉപയോഗിക്കുക. നീല വെള്ള ലൈറ്റുകളാണ് ഏറ്റവും ദോഷകരമായത്. ലൈറ്റുകൾ താഴ്ത്തി സ്ഥാപിക്കുക. ലൈറ്റിന്റെ പ്രകാശം മുകളിലേക്ക് പോകാതെ താഴേക്ക് മാത്രം വരുന്ന തരത്തിൽ ഫിറ്റിംഗുകൾ ക്രമീകരിക്കുക. രാസവസ്തുക്കളുടെ ഉപയോഗം നിയന്ത്രിക്കുക. കീടനാശിനികളും കളനാശിനികളും മിന്നാമിന്നികളുടെ ലാർവകൾക്കും അവയുടെ ഭക്ഷണമായ ഒച്ചുകൾക്കും ഒച്ചുകളെപ്പോലെയുള്ള ജീവികൾക്കും ദോഷകരമാണ്. ജൈവ കീടനിയന്ത്രണം പ്രോത്സാഹിപ്പിക്കുക. കീടങ്ങളെ നിയന്ത്രിക്കാൻ രാസവസ്തുക്കൾക്ക് പകരം ജൈവമാർഗങ്ങൾ ഉപയോഗിക്കുക. കളനാശിനികൾ ഒഴിവാക്കുക. പൂന്തോട്ടത്തിൽ കളകളെ നിയന്ത്രിക്കാൻ കൈകൊണ്ട് പറിച്ചുമാറ്റുന്ന രീതികൾ അവലംബിക്കുക. മിന്നാമിന്നികളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവയുടെ സംരക്ഷണ മാർഗങ്ങളെക്കുറിച്ചും കുട്ടികളെയും മുതിർന്നവരെയും ബോധവാന്മാരാക്കുക. ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് വഴി നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഈ മാന്ത്രിക വെളിച്ചത്തെ നമുക്ക് നിലനിർത്താനാകും.